സ്വാഗതം ലൗഡ് സ്പീക്കറിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക്. ആഘോഷ നാളുകളെ വരവേൽക്കാനുള്ള ഒരുക്കത്തിലാണ് പ്രവാസ സമൂഹം. ഈദിന്റെയും ഓണത്തിന്റെയും ആശംസകളുമായി ലൗഡ് സ്പീക്കറിലേക്ക് വീണ്ടും സ്വാഗതം. പോയ നാളുകളിൽ ഫ്ളാറ്റ്, മണി ചെയിൻ ഉൾപ്പെടെയുള്ള തട്ടിപ്പുകളിൽ പെട്ടുപോയ പ്രവാസികളുടെ കഥകൾ നമ്മൾ കേട്ടു. പ്രവാസികൾ ഏറ്റവും സുരക്ഷിതമെന്ന് കരുതി സമ്പാദ്യ നിക്ഷേപം നടത്തിയ ഒരു മേഖലയിൽ നിന്നുള്ള തട്ടിപ്പിന്റെ കഥയാണ് ലൗഡ് സ്പീക്കർ ഇന്ന് പുറത്തു കൊണ്ടിരുന്നത്. തൃശൂർ ജില്ലയിലെ തൃത്തല്ലൂർ പോസ്റ്റ് ഓഫീസിൽ നടന്ന നിക്ഷേപ തട്ടിപ്പിലാണ് പ്രവാസികളടക്കമുള്ളവർ ഇരകളായത്. തട്ടിപ്പ് സംഘങ്ങളുടെ വലയിൽ കുടുങ്ങിയ വാടാനപ്പള്ളി സ്വദേശിയും ഷാർജയിലെ ഒരു പ്രമുഖ സ്ഥാപനത്തിലെ ഉദ്യോഗസ്ഥനുമായ മുജീബിന് നഷ്ടപ്പെട്ടത് 10 ലക്ഷം രൂപയാണ്. 2010 നവംബറിൽ പിന്നെ ഈ പോസ്റ്റ് ഓഫീസിനെ കേന്ദ്രീകരിച്ച് പല തട്ടിപ്പുകളും നടക്കുന്നുണ്ട്. തൃത്തല്ലൂർ പോസ്റ്റ് ഓഫീസിനെ കേന്ദ്രീകരിച്ച് പല തട്ടിപ്പുകൾ നടക്കുന്നു എന്ന് പറഞ്ഞിട്ട് പേപ്പറിലൊരു പത്രവാർത്ത വന്നതിന് അനുസരിച്ചിട്ട് നമ്മൾ പിന്നെ നാട്ടിൽ കോൺടാക്ട് ചെയ്യുകയും എൻ്റെ മദർ പോയിട്ട് പിന്നെ പോസ്റ്റ് ഓഫീസിൽ അന്വേഷിക്കുകയും ചെയ്തു എന്താണ് ഇതിൻ്റെ നിജസ്ഥിതി കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ ചെന്ന് നമ്മൾ എൻക്വയറി ചെയ്തപ്പോൾ 2010 മാർച്ചിൽ എൻ്റെ ഡെപ്പോസിറ്റിലെ കംപ്ലീറ്റ് എമൗണ്ട് ഇവർ പിൻവലിച്ചിട്ടുണ്ട്. നമുക്കറിയുന്നില്ല, ആ സമയത്തൊക്കെ ഞാൻ ഇവിടെ ഗൾഫിലാണുള്ളത്. എൻ്റെ വൈഫിൻ്റെ MIS അക്കൗണ്ടിൽ നിന്നുള്ള എമൗണ്ടും ഏകദേശം 2010 മെയ് ജൂണൊക്കെ ആയിട്ട് അതും പിൻവലിച്ചിട്ടുണ്ട് അവർ. ഇതൊന്നും പിൻവലിക്കുന്ന സമയങ്ങളിൽ ഞങ്ങൾ നാട്ടിലുമില്ല, നമ്മൾ അതിന് യാതൊരുവിധ സിഗ്നേച്ചറോ അല്ലെങ്കിൽ ഡോക്യുമെൻസോ നമ്മളൊന്നും അവർക്ക് കൊടുത്തിട്ടില്ല. നമ്മളിത് അറിയുന്നത് 2010 നവംബറിലാണെന്ന് മാത്രം. പിന്നെ എൻ്റെ മക്കളുടെ പേരിൽ ഓരോ ലക്ഷം രൂപയുടെ 2 ഡെപ്പോസിറ്റ് ഉണ്ടായിരുന്നു. ഇതിലുള്ള എമൗണ്ടും അവർ പിൻവലിച്ചിട്ടുണ്ട്. അങ്ങനെ മൊത്തം നമ്മൾ നെറ്റ് കാൽക്കുലേറ്റ്, എൻ്റെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാതെ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു 10 ലക്ഷം രൂപ എൻ്റെ നെറ്റ് ഈ ഒരു ഇതിൽ എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞങ്ങളറിയാതെ ഈ സ്ത്രീ ഞങ്ങളുടെ പേരിൽ 2-3 വേറെ കുറികൾ തുടങ്ങിയിട്ടുണ്ട്. ചെറിയ ചെറിയ എമൗണ്ട് 2000, 3000 ഒക്കെ വെച്ചിട്ട്. മുജീബും ഭാര്യ ഷമീജയുമാണ് നിക്ഷേപ പദ്ധതിയിൽ ചേർന്നിരുന്നത്. പ്രദേശത്തെ മഹിളാ പ്രധാന ഏജന്റ് തളിക്കുളം പോട്ടാശ്ശേരി സുനന്ദ വഴിയാണ് നിക്ഷേപം ആരംഭിച്ചത്. സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ NRI ചെക്ക് വഴി പ്രതിമാസം 10,000 രൂപ വീതം 5 ലക്ഷത്തോളം രൂപ മുജീബ് അടച്ചിരുന്നു. അവർ പിൻവലിച്ചിട്ടുണ്ടെന്നുള്ളതും പോസ്റ്റ് ഓഫീസിൽ പിൻവലിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ നമ്മളോട് സമ്മതിക്കുന്നുണ്ട്. മഹിളാ പ്രധാൻ അതിനുള്ള ഡോക്യുമെൻ്റ് ഒക്കെ അവർ നമുക്ക് സൈൻ ചെയ്ത് തന്നിട്ടുണ്ട്. പക്ഷേ എങ്കിൽ കൂടിയും നമ്മളത് പിന്നെ അധികാരികളുടെ ശ്രദ്ധയിൽ വരുത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ്, ഇവരുടെ ഒരു പിന്നെ സൂപ്രണ്ട്, സീനിയർ സൂപ്രണ്ട് പിന്നെ തൃശ്ശൂർ അവരുടെ ഓഫീസുള്ളത്, അവർക്ക് നമ്മൾ വിശദമായിട്ട് ഒരു പരാതി അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. 1 വർഷം കഴിഞ്ഞു. നമ്മൾ 2010 നമ്മൾ കൊടുത്തിട്ടുള്ളത് ഡിസംബർ 20 കൊടുത്തിട്ടുള്ള പരാതിയാണ് നമ്മൾ. ഭാര്യയുടെ പേരിൽ 2004 ഏപ്രിൽ 22 ആരംഭിച്ച മറ്റൊരു നിക്ഷേപം വഴി 3 ലക്ഷം രൂപയും നൽകി. മക്കളുടെ പേരിൽ 2 ലക്ഷം രൂപയുടെ നിക്ഷേപവും ഉണ്ടായിരുന്നു. ഈ ഒരു മഹിളാ പ്രധാൻ വിചാരിച്ചുകൊണ്ട് മാത്രം ഇവർക്ക് പൈസ വിത്ഡ്രോ ചെയ്യാൻ പറ്റില്ല. അതായത് പല ആളുകളുടെ കാശ് പോയിട്ടുണ്ട്. എന്നെ മാത്രമല്ല, എനിക്ക് പരിചയമുള്ള എൻ്റെ നാട്ടുകാരുടെ പല എമൗണ്ടിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. 2000 പോയവരുണ്ട്, 4000 പോയവരുണ്ട്, 40,000 പോയവരുണ്ട്, പല ആളുകളുടെ കാശ് പോയിട്ടുണ്ട്. അപ്പോൾ ഒരു സെയിം പോസ്റ്റ് ഓഫീസിൽ നിന്ന് ഒരു സെയിം മഹിളാ പ്രധാന് ഇങ്ങനെ പല ആളുകളുടെ കാശ് പിൻവലിക്കാൻ സാധിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് പോസ്റ്റ് ഓഫീസുകാരുടെ സഹായം കൂടാതെ യാതൊരു വിധത്തിലും സാധിക്കുകയില്ല. കാരണം അവരുടെ സ്റ്റാഫ് അതിൽ ഇൻവോൾവ്മെൻ്റ് ആയിട്ടുണ്ട്. പിന്നെ ഈ മഹിളാ പ്രധാൻ ഇത് പിൻവലിച്ചിട്ടുണ്ടെന്നുള്ള അവരുടെ മുന്നിൽ പോയിട്ട്, അതായത് ഞാൻ ഈ കേസ് കൊടുത്തതിന് ശേഷം ഈ സൂപ്രണ്ട് ഈ മഹിളാ പ്രധാനെ അവിടെ വിളിക്കുകയുണ്ടായി. അവരോട് സമ്മതിച്ചു, മഹിളാ പ്രധാൻ ഞാൻ കാശ് പിൻവലിച്ചിട്ടുണ്ട്, അവർക്ക് ഞാൻ കാശ് തിരിച്ചു കൊടുക്കാം എന്നുള്ള ഒരു കണ്ടീഷനിൽ അവരെ ഇതാക്കിയത്. പക്ഷേ എൻ്റെ ഇപ്പോഴും എൻ്റെ ബലമായ അഭിപ്രായം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കേസിൽ 1-ാം പ്രതി പോസ്റ്റ് ഓഫീസുകാരാണ്. ഇവരുടെ നിക്ഷേപ കാലാവധി 2010 ഏപ്രിൽ 22 പൂർത്തിയായതാണ്. എന്നാൽ ഏജന്റ് നിക്ഷേപകർ അറിയാതെ പണം പിൻവലിക്കുകയായിരുന്നു. 2007 ഡിസംബറിൽ മുജീബിന്റെ പേരിൽ ഏജന്റ് 80,000 രൂപയോളം ലോൺ എടുത്തു. 2010 മാർച്ചിൽ ബാക്കിയുണ്ടായിരുന്ന മുഴുവൻ തുകയും ഏജന്റ് പിൻവലിച്ച് അക്കൗണ്ട് ക്ലോസ് ചെയ്യുകയും ചെയ്തു. ഇൻസെന്റീവ് വർദ്ധിച്ചിട്ടുണ്ടെന്ന് കബളിപ്പിച്ചാണ് മുജീബിന്റെ മാതാവിൽ നിന്നും ഏജന്റ് പാസ്ബുക്കുകൾ കൈക്കലാക്കിയത്. ദിവസങ്ങൾ കഴിഞ്ഞിട്ടും പാസ്ബുക്കുകൾ തിരിച്ചു കിട്ടിയില്ല. ജെന്നീസ് എന്ന് പറഞ്ഞ സ്ത്രീ 15 കോടി തട്ടിയിട്ടുണ്ടെന്നാണ് പേപ്പറിൽ കാണുന്നത് നമ്മൾ. അപ്പോൾ 15 കോടി തട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിലും ഈ വക കാര്യങ്ങൾ പലരുടെയും ചിലപ്പോൾ അക്കൗണ്ടിലുള്ള കാശ് പിൻവലിച്ചിട്ടൊക്കെ ചിലപ്പം അവർ നടന്നിട്ടുണ്ടാവും. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. പോസ്റ്റ് ഓഫീസിൽ ഞങ്ങൾ പിന്നെ സൂപ്രണ്ടിന് പരാതി കൊടുക്കുന്ന സമയത്ത് അവർ നമ്മളോട് പറഞ്ഞത് ഏകദേശം 28-29 കേസോളം ഈ സ്ത്രീക്കെതിരായിട്ട് അവർക്ക് കിട്ടിയിട്ടുണ്ടെന്നാണ്. തട്ടിപ്പിനെതിരെ തൃത്തല്ലൂർ പോസ്റ്റ് ഓഫീസ് മേധാവിക്കും ജില്ലാ കളക്ടർക്കും പരാതി നൽകിയിട്ടുണ്ട്. ഇതുവരെ ഒരു പരിഹാരവും ഉണ്ടായിട്ടില്ല. മേലധികാരികളുടെ അറിവോ ഒത്താശയോ ഇല്ലാതെ ഇത്തരം തട്ടിപ്പുകൾ സാധ്യമാകില്ലെന്ന് മുജീബ് പറയുന്നു.
പോസ്റ്റ് ഓഫീസിന്റെ RD അക്കൗണ്ടിൽ നിന്നാണ് ഒരു കാശ് പിൻവലിച്ചിട്ടുള്ളത്. പോസ്റ്റ് ഓഫീസ് അധികൃതർ അറിയാതെ ഇത് സംഭവിക്കില്ല എന്നുള്ളത്. ദുബായിലെ സ്വകാര്യ സ്ഥാപനത്തിൽ ഉദ്യോഗസ്ഥനായ ഷജീറിന് തട്ടിപ്പിലൂടെ നഷ്ടപ്പെട്ടത് 3.5 ലക്ഷം രൂപയാണ്. തൃത്തല്ലൂർ പോസ്റ്റ് ഓഫീസ് കേന്ദ്രീകരിച്ച് നടത്തിയിരിക്കുന്ന ഈ തട്ടിപ്പിൽ എനിക്കും എന്റെ മാതാവിനും ഏകദേശം ഒരു 3,62,200 രൂപ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതിന്റെ കംപ്ലീറ്റ് ഡോക്യുമെന്റ്സും എല്ലാ റെസീറ്റുകളും ഞങ്ങളുടെ വീട്ടിൽ ലോക്കറിൽ സേഫ് ആയിട്ടിരിക്കുകയായിരുന്നു. ഒക്ടോബർ 2010 3-ാം തീയതി ഈ സ്ത്രീ എന്റെ വീട്ടിൽ വന്ന് എന്റെ മാതാവിന്റെ അടുത്ത് പറയുകയാണ്, ഈ പോസ്റ്റ് ഓഫീസിൽ ഈ ഡെപ്പോസിറ്റുകൾക്കെല്ലാം ഇൻസെന്റീവ് കൂടിയിട്ടുണ്ട്, ഇതിന് അപേക്ഷിക്കാൻ വേണ്ടി നിങ്ങളുടെ ഒറിജിനൽ ഡോക്യുമെന്റ് വേണം. അപ്പം വർഷങ്ങളായിട്ട് നമ്മൾ ഈ സ്ത്രീയുമായിട്ട് ഇടപഴകുകയാണ്, പെരുമാറുകയാണ്. അതുമായിട്ടുള്ള ആ പരിചയത്തിന്റെയും വിശ്വാസത്തിന്റെയും പേരിൽ നമ്മൾ ഈ ഡോക്യുമെന്റ് എടുത്തു കൊടുത്തിട്ട് പിന്നീട് അന്വേഷണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് 6/10/2010 ഈ സ്ത്രീ ഈ പറഞ്ഞ 49,500 രൂപ വെച്ച് 3 ഡെപ്പോസിറ്റുകളും എൻ്റെ പേരിലുള്ള 49,500 2 ഡെപ്പോസിറ്റുകളും പിൻവലിച്ചിരിക്കുകയാണ്. ഇതിനൊന്നും നമ്മൾ പിൻവലിക്കാനായിട്ട് യാതൊരുവിധ രേഖകളും എഴുതി കൊടുത്തിട്ടില്ല പുള്ളിക്ക്. അപ്പൊ ഇതെല്ലാം പുള്ളി ഒന്നുകിൽ പോസ്റ്റ് ഓഫീസ് അധികൃതരുടെ ഒത്താശയോട് കൂടിയിട്ടോ അല്ലെങ്കിൽ വ്യാജരേഖകൾ ചമച്ചോ പിൻവലിച്ചതാകാം. കേരളത്തിൽ അരങ്ങേറിയ വിവിധ നിക്ഷേപ നാടകങ്ങൾ പോലെ ലാഭം വരാതായതോടെയാണ് ആളുകൾ തട്ടിപ്പ് തിരിച്ചറിഞ്ഞത്. പിന്നെ ഞാൻ മന്ത്ലി 7,000 രൂപ വെച്ച് വരുന്ന ഒരു RD അക്കൗണ്ട് ഉണ്ട്. ഇതിൽ 2007 ഞാൻ ഈ കുറി തുടങ്ങിയിട്ടുള്ളത്. 2008 ഞാൻ അറിയാതെ ആ അക്കൗണ്ടിൽ നിന്ന് 45,000 രൂപ പിൻവലിച്ചു. ലോൺ ആയിട്ട് പിൻവലിച്ചിരിക്കുകയാണ്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 വർഷം എത്തുകയാണെങ്കിൽ ഞാൻ വെച്ചിരിക്കുന്ന സംഖ്യ മൊത്തമായിട്ട് പിൻവലിക്കാൻ കഴിയും. ഞാൻ 2007 തുടങ്ങി 2008 1 വർഷമേ കഴിഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് അത് എത്രയോ ഒരു പെർസെൻറ്റേജ് മാത്രമേ അത് പിൻവലിക്കാൻ കഴിയുള്ളൂ. അതിൽ നിന്ന് 45,000 രൂപ പിൻവലിച്ചിരിക്കുകയാണ്. ഇത് പിൻവലിച്ചതിന് ശേഷവും നമ്മൾ മാസം 7,000 രൂപ വെച്ച് സ്ത്രീക്ക് കൊടുക്കാറുണ്ടായിരുന്നു. ഇതുകൂടാതെ ചെറിയ ചെറിയ കുറികൾ 500 രൂപയുടെയും 1000 രൂപയുടെയും കുറികളുണ്ട്. അതിൽ നിന്നും നമ്മളറിയാതെ ലോണുകൾ പിൻവലിച്ചിട്ടുണ്ട്. അതൊന്നും നമ്മൾ ഇതിൽ പരാതിയിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ല. തൃത്തല്ലൂർ പോസ്റ്റ് ഓഫീസ് തട്ടിപ്പിലെ മുഖ്യ കണ്ണിയായ ഡെന്നീസിലേക്കാണ് പണം എത്തുന്നതെന്നാണ് ഏജന്റ് സുനന്ദയുടെ സാക്ഷ്യം. ഞാൻ പറഞ്ഞ സെപ്റ്റംബറിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് തരണമെന്ന് ആഗ്രഹം. ഇല്ലാത്ത പക്ഷം ഞാൻ പറയില്ലേ, മാസം തോറായാലും ഞാൻ എനിക്ക് ആ കാശ് കയ്യിൽ എങ്ങനെ വാങ്ങിച്ചിട്ടോ അതേമാതിരി എങ്ങനെ പറഞ്ഞിട്ടായാലും തന്നു തീർക്കും. അതെനിക്ക് നിങ്ങൾക്ക് തരണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. ഡെന്നീസിനെ പിടിച്ചിട്ട് എന്തായി? ഡെന്നീസിന്റെ നമ്മൾ കാശ് കൊടുത്തിരുന്നത്. ഡെന്നീസ് ഇപ്പോഴും ജയിലിൽ തന്നെ. നമ്മളെ കാശൊക്കെ അവളയിലൊക്കെ എടുക്കണ അതാ വേറെ ആർക്കെങ്കിലും കൊടുക്കുന്നു? അവള് കൊറേ എല്ലാവരും എന്റെ ആധാരം വരെ കൊണ്ടുപോയി അവള് കഴിച്ചിട്ടുണ്ട്. അവള് ഇപ്പോഴും അവിടുത്തെ നിന്നറിയാം. കുറെ ആൾക്കാരെ അങ്ങനെ പറ്റിച്ച് കൊണ്ട് നന്നായി പോയിട്ടുണ്ട്. ഇപ്പൊ തരാന്ന് പറഞ്ഞ് കൊണ്ടുപോയതാ. പക്ഷെ ഞാൻ വല്ലവർക്കും വേണ്ടി ചുമക്കേണ്ടി വന്നു. അത്രയ്ക്കും വലിയൊരു തെറ്റ് ഞാനും ചെയ്തു പോയി. 1 മാസത്തിനകം ഇടപാടുകാർക്ക് നഷ്ടപ്പെട്ട തുക തിരികെ നൽകാമെന്നും സുനന്ദ ഉറപ്പ് പറയുന്നു. എനിക്കൊന്നും പറയാൻ പറ്റില്ല. ഞാൻ സത്യമായിട്ട് ഇനി പറയുന്നത് ഞാനൊരു വീട് എടുക്കാനാണ്. വീടും കൂടി ഇല്ല. അങ്ങനെ ഇങ്ങനെ വീടിന്റെ ലോണായിട്ട് എടുക്കാം. പക്ഷെ അവള് ചതിച്ചു പോയി. അപ്പൊ എനിക്ക് അതിലേക്കും കൂടി അടയ്ക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനത്തെ ചതിന് ചതിച്ചു പോയത് ആർക്കും പറയാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു ചതിന് പെട്ടുപോയി. അങ്ങനെ സംഭവിച്ചു പോയി. ഇതേ പോസ്റ്റ് ഓഫീസ് കേന്ദ്രീകരിച്ച് മുൻപും തട്ടിപ്പ് നടന്നിട്ടുണ്ട്. 10 കോടിയിലേറെ രൂപയുടെ തട്ടിപ്പിൽ ഏജന്റായ ഡെന്നീസിനെ കൈയോടെ പിടികൂടിയിരുന്നു. കുടിശ്ശിക വരുത്തിയ നിക്ഷേപം ബാക്കി തുക നൽകി പൂർത്തീകരിച്ചാൽ വൻതുക ലാഭം കിട്ടുമെന്ന് പറഞ്ഞാണ് ഡെന്നീസ് തട്ടിപ്പ് നടത്തിയിരുന്നത്. ദേശീയ സമ്പാദ്യ പദ്ധതിയിലെ സുപ്രധാന കണ്ണികളായ മഹിളാ പ്രധാന ഏജന്റും പോസ്റ്റ് ഓഫീസ് ഉദ്യോഗസ്ഥരും ഉൾപ്പെട്ട ഈ കേന്ദ്രാവിഷ്കൃത തട്ടിപ്പിന് ഇരയായ പ്രവാസികൾക്ക് ആരാണ് ഉത്തരം നൽകുക? ഭാവി സുരക്ഷയെ മുന്നിൽ കണ്ട് കേന്ദ്ര സർക്കാർ പദ്ധതിയിൽ നിക്ഷേപിച്ച സാധാരണക്കാരായ പ്രവാസികളുടെ പരാതികൾക്ക് ഇനിയും മറുപടി ലഭിക്കുന്നില്ലെങ്കിൽ അതിനാരാണ് ഉത്തരവാദി?